ഹലോ. അപ്പോൾ അതെ, നമ്മൾ ഇന്നലെ വൈകുന്നേരം നടക്കാൻ പോയപ്പം പാടത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്ന കുപ്പച്ചീരയാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കറിക്ക്. ഞാനിതൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ കറി വയ്ക്കാൻ നേരം ആണിത് എടുത്തത്. ഇതിൻ്റെ പൂവുണ്ട്, ഇതുപോലെ കുഞ്ഞു പൂവുണ്ട്. ആ പൂവ് അങ്ങ് നുള്ളിക്കളഞ്ഞിട്ട് കഴുകിയെടുത്ത് നമുക്ക് ആരിയാം. അപ്പം നമ്മുടെ ചീര പൂവെല്ലാം നുള്ളിക്കളഞ്ഞ് ഒരു 3-4 വെള്ളം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പൂവും പുഴുക്കേടുള്ള ഇലയും എല്ലാം നമ്മൾ നുള്ളിക്കളഞ്ഞു. നല്ല ഇളം ചീരയാണ്, അതുകൊണ്ട് നമുക്ക് തണ്ടോടുകൂടി തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ചീര കംപ്ലീറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചീര അരിയാനിരിക്കുന്നതിന് മുന്നേ ഞാൻ 2 പിടി പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപ്പ് നമുക്കൊന്ന് 2-3 വെള്ളം കഴുകിയെടുക്കാം. അപ്പോൾ അതേ പരിപ്പ് ഞാൻ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, സാധാരണ നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പില്ലേ, തോമരപ്പരിപ്പ്, അതാണ് തോരന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ ഇപ്പോൾ ഉള്ളത് പീസ് പരിപ്പാണ്. കാരണം ഇവിടെ ഇക്കാക്ക് അധികവും ഇഷ്ടം പീസ് പരിപ്പിട്ട് സാമ്പാറും തോരനും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ പരിപ്പേ വാങ്ങിക്കത്തുള്ളൂ. ഇത് നമ്മൾ പീസ് പരിപ്പെന്ന് പറയുമ്പോൾ നമ്മൾ പരിപ്പ് വടക്കൊക്കെ എടുക്കുന്ന പരിപ്പായത്. ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പരിപ്പ് മൊത്തം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്കിതിനെ ഒരു 4 വിസിൽ വേവാൻ വെക്കണം. പീസ് പരിപ്പായതുകൊണ്ട് തന്നെ ഇതിന് അത് ഇച്ചിരി വേവുണ്ട്. വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഉപ്പിടരുത്. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പരിപ്പ് കല്ലിച്ചു പോകും. പരിപ്പ് വേകാനിരിക്കുന്ന സമയത്ത് നമുക്ക് കഞ്ഞിക്കുള്ള അരിയും കഴുകി ഒരു കുക്കറിലോട്ടിടാം. പരിപ്പിനിപ്പം 3ാമത്തെ വിസിലാണ്. ഇനി ഒരു വിസിലൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അപ്പോൾ അതേ കഞ്ഞിക്ക് ഒരു വിസിൽ വന്നിട്ടുണ്ട്. കഞ്ഞിയുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ കഞ്ഞി വെച്ച കുക്കർ നമുക്ക് ഇറക്കി വയ്ക്കാം. ഇതിനകത്ത് ആവി പോയിട്ടില്ല, ഇതിൻ്റെ ആവിയല്ല പ്രഷർ പോയിട്ടില്ല. അപ്പം ആ പ്രഷറിൽ ഇരുന്നിട്ട് വേണം നമുക്ക് കഞ്ഞി ബാക്കിയും കൂടെ വേകാൻ. എന്നിട്ട് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് തോരനുള്ള പരിപാടി തുടങ്ങാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഫ്ലെയിം കത്തിച്ച് അതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീരയില കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കേണ്ടവർക്ക് പൊട്ടിക്കാം. ഞാൻ ഈ എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്രോസസ്സിങ് അങ്ങ് ഒഴിവാക്കി. കടുക് താളിക്കുക എന്നുള്ള പ്രോസസ്സിങ് വേണമെങ്കിൽ ടേസ്റ്റിന് വേണമെങ്കിൽ കഴിയുമ്പം തോരൻ വെച്ച് കഴിയുമ്പം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ എന്തായാലും പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ച പരിപ്പ് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, ആ പരിപ്പ് വെന്ത വെള്ളത്തോടു കൂടി തന്നെ ഈ ചീരയിലേക്ക് പരിപ്പിട്ട് കൊടുക്കുക. ഈ പരിപ്പാണ് അത് ആവശ്യത്തിന് വെന്തിട്ടുള്ളൂ. വെന്തുടഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് ഈ തോരൻ കഴിക്കുന്ന സമയത്ത് ഇതിനെ ഒന്ന് ഇങ്ങനെ പരിപ്പും കൂടെ നമുക്ക് കഴിച്ച് തിന്നാൻ കിട്ടണം. എന്നാലാണ് ഈ ചീരത്തോരനൊരു ടേസ്റ്റ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പരിപ്പും ഇലയും കൂടി മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അത് ഒന്ന് ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒതുക്കിയെടുക്കാം.
തേങ്ങ ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, വെളുത്തുള്ളി അല്ല, ചുമന്നുള്ളി, പിന്നെ ഒരു 5-6 കാന്താരി, ഒരു 2 നുള്ളു പെരിഞ്ചീരകം, 2 നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ തേങ്ങ നമ്മൾ ഒതുക്കിയെടുത്തിട്ടുണ്ട്. തേങ്ങ ഒരുപാടങ്ങ് അരഞ്ഞു പോയത്, ഒരു ചതഞ്ഞ പരുവത്തിലേ എടുക്കാവുള്ളേ, അരയ്ക്കാതെ. അത് നമുക്ക് ഈ തോരൻ വയ്ക്കാൻ വെച്ചേക്കുന്ന പരിപ്പ് ചീര കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തം ഇളക്കരുതും, ഇളക്കാതെ കുറച്ച് ഇല ഇതിൻ്റെ മുകളിലോട്ടിട്ട് ഈ അരപ്പൊന്ന് ആവി കയറാനായിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കണം. മൊത്തം ഇളക്കി യോജിപ്പിക്കരുത്, ആവി കയറി അരപ്പൂടെ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ അതേ നമ്മുടെ പരിപ്പും ചീരയിലയും തേങ്ങായും എല്ലാം കൂടി, തേങ്ങ അരപ്പും എല്ലാം കൂടി നല്ല ആവി കയറി പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ലോണം ഇളക്കി നല്ല മിക്സാക്കി ഇതിൻ്റെ വെള്ളം അങ്ങ് തോർത്തിയെടുക്കണം. തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങ് നല്ല ഒരു 5 മിനിറ്റ് അങ്ങ് ഇളക്കി കൊടുക്കണം. ഈ വെള്ളം അങ്ങ് തോർന്ന് നല്ല സെറ്റായിട്ട് കിട്ടണം, എന്നാലാണ് ഈ ചീര തോരൻ കഴിക്കാൻ ടേസ്റ്റ്. അല്ലെ പിന്നെ കുഴഞ്ഞ പരുവത്തിലായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ വിട്ട് കിടക്കണം. ഇത് കണ്ട. അപ്പോൾ നമ്മുടെ പരിപ്പും ചീര തോരൻ സെറ്റായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു 2 മിനിറ്റ് അങ്ങ് തുറന്ന് തന്നെ വെച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ആവി ഒന്ന് പോയിട്ട് അടച്ച് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഈർപ്പം താങ്ങി കുഴകുഴാന്നിരിക്കും. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇത് കണ്ട. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഞ്ഞിയും കുപ്പച്ചീര തോരനും, പിന്നെ നമ്മുടെ സ്വന്തം ചാമ്പയ്ക്ക ഉപ്പിലിട്ടത്. ഈ ഉപ്പിലിട്ടതിൻ്റെ നീരിങ്ങനെ ഉപ്പിൽ ഈ കഞ്ഞിയിലൊഴിച്ച് കുടിക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. അല്ല, ഉപ്പിലിട്ടതിൻ്റെ കൂട്ടത്തിലുള്ള 2 കാന്താരിയും പിന്നെ നമ്മുടെ അമ്പഴങ്ങ അച്ചാറും. താങ്ക് യു.